ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഈ പുതിയ ദിവസത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏവർക്കും നോമ്പിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവന് മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ആദ്യ ഭാഗം യേശുവിൻ്റെ 40 ദിനരാത്രങ്ങളിലെ ഉപവാസവും പിശാചിനാൽ ഉണ്ടായ പ്രലോഭനങ്ങളും രേഖപ്പെടുത്തുന്നു. 3 പ്രലോഭനങ്ങളാണ് പിശാച് യേശുവിന് നേരെ കൊടുത്തത്. 1, കല്ലപ്പമാകുവാൻ ആവശ്യപ്പെട്ടു. 2, ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുവാൻ ആവശ്യപ്പെട്ടു. 3, സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് തന്നെ നമസ്കരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ 3 പ്രലോഭനങ്ങളെയും യേശു നിസ്സങ്കോചം നേരിടുകയും മറികടക്കുകയും ചെയ്തു. ഈ പ്രലോഭനങ്ങളെല്ലാം പിശാച് യേശുവിന്റെ മേലെ പ്രയോഗിച്ചത് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവവചനം ആയുധമാക്കുന്നത് ദൈവഹിതമനുസരിച്ച് ചലിക്കുന്നവർ മാത്രമല്ല, അതിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക തലങ്ങളും വചനത്തെ അവരുടെ ഇംഗിതങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. എന്നാൽ ഓരോ പ്രലോഭനത്തെയും യേശു വചനം കൊണ്ട് തന്നെ മറികടക്കുന്നു. അത് മാനുഷിക നിലവാരത്തിലല്ല യേശു നിവർത്തിക്കുന്നത്, പ്രത്യുത ആത്മനിറവിലും നിയന്ത്രണത്തിലുമാണ്. ദൈവവചന പഠനവും പാരായണവും ആത്മപ്രചോദിതമായിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 10-ാം വാക്യം യേശു നേരിട്ട പരീക്ഷയുടെ അവസാന ഭാഗമാണ്. സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞത് യേശു സാത്താനെ ശാസിക്കുകയും നിർദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വചനത്തിണി പ്രഖ്യാപിക്കുകയും ചെയ്യും. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്ന, ആത്മനിറവിൽ ചരിക്കുന്ന ദൈവവേദനയിൽ സാത്താന്റെ മേൽ അധികാരമുണ്ട്. യേശു പിതാവിനോട് എന്നെ വിട്ടു പോ എന്ന് പറയുമ്പോൾ മുൻ പറഞ്ഞ 3 സവിശേഷതകൾ യേശുവിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒന്നാമത് ആരാധനയാണ്. അത് സമ്പൂർണ്ണ സമർപ്പണമല്ലാതെ മറ്റൊന്നുമല്ല. റോമർ 12:1 പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. 2, വചനപ്രകാരമുള്ള ജീവിതമാണ്. വചനം ശരീരം ധരിച്ച യേശുവിന്റെ ജീവിതത്തിന്റെ ഓരോ അണുവിലും വചനം സജീവമായിരുന്നു. 3, ആത്മനിറവാണ്. 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മ നിറവിലും നിയന്ത്രണത്തിലുമാണ് യേശു മരുഭൂമിയിലേക്ക് നടന്നതെന്നാണ്. ഇത് വിശ്വാസികളായ നമ്മിൽ നിറയ്ക്കുന്ന ഉറപ്പും ധൈര്യവും ഏറെ നിത്യമാണ്. യേശു പിശാചിനെയും അവന്റെ പ്രലോഭനങ്ങളെയും ശാസിച്ചകറ്റിയതുപോലെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നിറവിൽ ചലിക്കുന്ന ഓരോ വിശ്വാസിക്കും പിശാചിനെയും അവന്റെ പ്രലോഭനങ്ങളെയും ശാസിച്ചകറ്റുവാനുള്ള അധികാരം ഉണ്ട്. കാരണം ദൈവത്തിനായ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വന്തം ഇഷ്ടത്തെക്കാൾ ദൈവ ഇഷ്ടത്തിന് തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചവരാണ്. വചനം ശരീരം ധരിച്ച യേശുവിനെ അകമേ വഹിക്കുന്നവരാണ്. ആത്മാവിൽ നിറഞ്ഞവരാണ്. തിരിച്ചറിയുക, ആരാധിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന, പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക വിശ്വാസിയുടെ മേൽ ഒരു വൈശാഖ്യ പ്രലോഭനങ്ങൾക്കും സ്ഥാനമില്ല, അധികാരമില്ല. ഈ നോമ്പ് കാലം എല്ലാത്തരം പൈശാചിക പ്രലോഭനങ്ങളെയും ഇടപെടലുകളെയും ശാസിച്ചകറ്റുന്ന
അതിജീവനത്തിന്റെ അധികാരത്തിന്റെ ശക്തിയും ഓജസ്സും വെളിപ്പെടുന്ന ദിനങ്ങളായി പരിണമിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ദിവസത്തിന്റെ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം കരയുന്നു. വീണ്ടും ഒരു നോമ്പുകാലം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നവർ കർത്താവെ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാൻ, ആരാധനയുള്ളവരായി വളരുക. നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിന്റെ ദിവ്യനാമത്തിൽ അപേക്ഷിക്കുന്നു, ഇവരെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹവും അനുഗ്രഹവും കാണും നമ്മുടെ എല്ലാവരും ഇന്നും കാലാവസ്ഥാനക്കാരനായിരിക്കും.